കളങ്കാവലിൻ്റെ റിലീസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ കളങ്കാവൽ നമ്മളൊപ്പം റിലീസായി ധൈര്യപൂർവ്വം നമ്മുടെ പ്രൊഡ്യൂസർ പറയുകയാണ് നമുക്ക് റിലീസ് ചെയ്യാം എന്ന് പറയണം. അപ്പം പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഇത്തരത്തിലൊരു കൊച്ചു സിനിമയ്ക്കൊപ്പം നമ്മൾ നിൽക്കുക. പിന്നെ ത്രില്ലർ സബ്ജക്റ്റുകൾക്കുള്ള അക്സെപ്റ്റൻസിനെ കുറിച്ച് നമുക്കറിയാം. ചെറുതാണോ വലുതാണോ എന്നുള്ള വ്യത്യാസമില്ലാതെ മലയാളി കണ്ടന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് വീണ്ടും ഒരു ഉദാഹരണമാണ്. അപ്പോൾ അത് വലിയ സന്തോഷം. നസീർ സാറിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസ്, പഴയകാലത്തെ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ, യൂട്യൂബിൽ കിടക്കുന്നത് എടുത്ത് നോക്കിയാൽ അറിയാം. 8000 അടി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു സിനിമ വന്നത്. 6000 അടി ഷൂട്ട് ചെയ്തപ്പോഴാണ്, ഇത്ര അടി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നസീർ സാർ ഓരോ സിനിമകളെ പറ്റി പറയാം. നെക്സ്റ്റ് ഇയർ കത്തനാറ് വരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ആ പറഞ്ഞത് നിലപാടിൽ നിന്ന് മാറുന്നില്ല. ഏത് സിനിമ വന്നാലും മലയാളത്തിൽ നിന്നുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ഒരു സിനിമയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതിന് ഗ്ലോബലി മലയാള സിനിമയ്ക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ്, ഈ സിനിമയ്ക്ക് വല്ലാതെ ഗുണം ചെയ്യും. ഈ സിനിമ ആ നിലയ്ക്ക് റോജിൻ എന്ന സംവിധായകനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. സച്ച് എ വണ്ടർഫുൾ ഫിലിം. ദ റൈഡ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആക്ടർ, ഡയറക്ടർ ശ്രീകാന്ത് മുരളിയാണ്. സർ, വെൽക്കം ടു ഓൺലൈൻ. ഇപ്പോൾ ദ റൈഡ് എന്ന സിനിമ തിയേറ്ററിൽ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത പ്രേക്ഷകർക്ക് മനസ്സിലാവും ശരിക്കും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, നമ്മളെ പല സ്ഥലങ്ങളിലും ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു സിനിമയാണിത്. അപ്പോൾ ഈ ഒരു സിനിമയിലെ കഥാപാത്രത്തെ ഹുക്ക് ചെയ്ത ഒരു എലമെൻ്റ് എന്തായിരുന്നു? ഈ ഒരു ക്യാരക്ടർ ചെയ്യാം എന്ന് തോന്നിച്ച ഒരു ഹുക്ക് എലമെൻ്റ് എന്തായിരുന്നു? ഏറ്റവും വലിയ സന്തോഷം, ആ സിനിമ 2ാമത്തെ ആഴ്ചയിലേക്ക് കിടക്കുകയും സലോൺ പറഞ്ഞതുപോലെ അതിന് നല്ല അക്സെപ്റ്റൻസ് കിട്ടുകയും ചെയ്തു. അതിന് പ്രധാനപ്പെട്ട കാരണം തൊട്ടപ്പുറത്ത് വലിയൊരു സിനിമയാണ് വന്നിട്ടുള്ളത്. അതിനൊപ്പം മത്സരിക്കുക എന്ന് ഞാൻ പറയില്ല, അതിനൊപ്പം പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചു സിനിമകൾക്ക് കുഞ്ഞാണോ വലുതാണോ, ചെറുതാണോ വലുതാണോ എന്നുള്ള വ്യത്യാസമില്ലാതെ മലയാളി കണ്ടന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് വീണ്ടും ഒരു ഉദാഹരണമാണ്. അപ്പോൾ അത് വലിയ സന്തോഷം. അപ്പോൾ ആ സിനിമയെ ആ നിലയ്ക്ക് വിജയിപ്പിക്കലാണോ സ്വീകരിച്ചതിന് മലയാളി പ്രേക്ഷകരോട് വലിയ സന്തോഷം. ആ സിനിമയുടെ സക്സസ് എന്നത് തന്നെ ഈ തരത്തിലുള്ള അക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നാളെ മുതൽ തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഹിന്ദിയിലും സിനിമ റിലീസാവുന്നുണ്ട്. തിയേറ്റർ ലിസ്റ്റൊക്കെ നമുക്ക് കിട്ടി. ഓൺലൈനിൽ ഞാനതെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും. ഇനി സലോൺ ചോദ്യത്തിലേക്ക് കടന്നാൽ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഉണ്ട്. ഇതിലൊരു പെർഫോമൻസ് സ്പേസ് ഉണ്ട്. അതൊരു ആർട്ടിസ്റ്റിൻ്റെ സ്വാർത്ഥമാണത്. പലപ്പോഴും നമുക്ക്, എസ്പെഷ്യലി എന്നെ പോലുള്ള ആൾക്ക്, ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ പലപ്പോഴും നമുക്ക് അവിടെ കിട്ടുന്ന സ്പേസ് വളരെ കുറവായിരിക്കും. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഈ സിനിമയിൽ, ആ സിനിമ കണ്ടല്ലോ, ആ സിനിമയിൽ എല്ലാവർക്കും ഒരുപോലെ പെർഫോം ചെയ്യാനുണ്ട്. ഒരേ സ്പേസിൽ ഒരേ ഫ്രെയിമിൽ നിന്നിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു, അപ്പോൾ അത് ശരിക്കും ചലഞ്ചിങ് ആയിരുന്നു. അതേസമയം ശരിക്കും നമുക്ക് ഗംഭീരൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള വിഷയം. പിന്നെ ഓഫ് കോഴ്സ് സ്റ്റോറിയുടെ ഒരു വ്യത്യാസം, അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്, ഇപ്പം കണ്ടൻറ് ഉണ്ടാവാം, പക്ഷെ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഈ സിനിമയെ വളരെ പുതിയ രീതിയിലൊരു അപ്രോച്ച് ആണ് അതിൻ്റെ സ്ക്രീൻ പ്ലേയിലുള്ളത്. ആ സിനിമ കണ്ടവർക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഈ സിനിമയിൽ നമ്മൾ ഉണ്ടായത്. കാരണം നമുക്ക് ഇതിൻ്റെ ബിഹൈൻഡിൽ ഇപ്പോൾ ക്ലൈമാക്സിലോട് അടുക്കുമ്പോഴാണ് അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അത്രയും നേരം ആ ഒരു ക്യാരക്ടറാണ് ബിഹൈൻഡിൽ, ആ ഒരു ക്യാരക്ടറിന് വേറൊരു സ്റ്റോറി പറയാനായിട്ടുണ്ട്. എങ്കിൽ കൂടി അത്രയും നേരം നമ്മളെ ആ ഒരു ഹൈപ്പിൽ നിർത്തിയിട്ടാണ് ഈ ഒരു സിനിമ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ എടുത്തു നോക്കിയാൽ ദ റൈഡ്, എക്കോ, മീശ, ഇതിലൊരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമകളാണ്. എനിക്കൊന്ന് കൂടുതലായിട്ട് ഇപ്പോൾ ത്രില്ലർ മൂവീസ് വരുന്നു എന്ന് തോന്നാറുണ്ടോ? അത് തീർച്ചയായിട്ടും. ത്രില്ലർ മൂവീസ് എല്ലാ കാലത്തും ത്രില്ലർ ആണല്ലോ. അപ്പോൾ ആ ത്രില്ലെപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. പലപ്പോഴും എന്നെക്കൊണ്ട് സാധിക്കാത്തത് മറ്റൊരാൾ ചെയ്യുന്നതിൻ്റെ ഒരു ത്രിൽ നമുക്കുണ്ട്, ബേസിക്കലി ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ സറ്റയർ സിനിമകളും നിലവിലുള്ള സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുന്ന സിനിമകളും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ സംഭവ്യമോ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ സിനിമയാവുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന അക്സെപ്റ്റൻസ്. ഇപ്പോൾ ഫീൽ ഗുഡ് സിനിമകളേക്കാൾ പ്രേക്ഷകരുടെ ഒരു സീറ്റ് എഡ്ജിൽ ഇരുന്നിട്ട് കാണുക എന്ന് പറയുന്ന സംഭവം, അത് വേറൊരു തരം എക്സ്പീരിയൻസ് ആണ്. പിന്നെ യൂത്താണ് റിലീസിങ് സെൻറ്ററുകളിലെ ആദ്യത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കൊമേഴ്ഷ്യലി കൂടി ചിന്തിക്കുമ്പോൾ അതിൻ്റെ വയബിലിറ്റി എപ്പോഴും യൂത്ത് ആ സിനിമ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ മലയാളി പ്രേക്ഷകരെ കുറിച്ച് എടുത്താൽ മലയാളം ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന ഒരു ഭാഷയിലെ സിനിമകളായി നമ്മുടെ സിനിമകൾ അങ്ങനെ മാറിയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതല്ല ഇൻ്റർനാഷണൽ നമുക്ക് നാഷണൽ എക്സ്പോഷറും ഇൻ്റർനാഷണലി എക്സ്പോസ്ഡ് ആണ് നമ്മൾ, ഗ്ലോബലി എക്സ്പോസ്ഡ് ആണ് നമ്മൾ. ലോകത്ത് ഏത് സിനിമയും നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തും ഇരുന്ന് കാണാം. മലയാളി ഇതിനെ വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, എസ്പെഷ്യലി മലയാളി പ്രേക്ഷകരും മലയാളി സിനിമാക്കാരും. എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ പ്രോസസ്സിന് ഒരു സിനിമ മനസ്സിലുണ്ടായി അത് ഒരു സിനിമയായി എടുക്കാൻ ഒരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്നത് മുതൽ ഒരു തോട്ട് പ്രോസസ്സ് തുടങ്ങുമ്പോൾ എത്രയോ മുമ്പ് തന്നെ തുടങ്ങാം അല്ലേ, എത്രയോ വർഷം മുമ്പ് ഒരു തോട്ട് ഉണ്ടാകും. പക്ഷേ ഒരു പ്രൊഫഷണലി ഒരു പ്രീ പ്രൊഡക്ഷൻ മുതൽ പടം സൈൻ ചെയ്ത് പടം തുടങ്ങി അത് പ്രേക്ഷകരിലേക്ക് എത്താൻ എടുക്കുന്നത് ഒരു 9 മാസം മുതൽ 1 വർഷം വരെ, 1.5 വർഷം വരെയൊക്കെയാണ് സിനിമയ്ക്ക് എടുക്കുക. ഈ 1.5 വർഷം എന്നെപ്പോലൊരു സിനിമാക്കാരന് ഈ ഒരു സ്ക്രിപ്റ്റേ കയ്യിലുള്ളൂ. മറിച്ച് ഇത് കാണാൻ വരുന്ന പ്രേക്ഷകന് 1.5 വർഷം കൊണ്ട് അവൻ ചിലപ്പോൾ ഒരു 100 പടം വരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ 100 പടം കണ്ടിട്ട് എൻ്റെ സിനിമ 1.5 വർഷം കഴിഞ്ഞ് കാണാൻ പോകുന്ന പ്രേക്ഷകന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു തിരക്കഥ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എൻ്റെ ചലഞ്ച് അത്ര കണ്ട് ഗൗരവമുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ ആ ചലഞ്ച് ഏറ്റെടുക്കുന്നിടത്താണ് ഒരു സിനിമ വിജയിക്കുക. അവിടെയാണ് റൈഡ് പോലൊരു സിനിമയ്ക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസിൻ്റെ വാല്യൂ. മനസ്സിലായല്ലോ. നമ്മൾ ഇത് ഹൃദയ് മേനോൻ എന്ന സംവിധായകൻ, അദ്ദേഹത്തിന് മലയാളിയാണെങ്കിലും മലയാളം തീരെ അറിയില്ല. മലയാള സിനിമകൾ കുറേ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ബേസിക്കലി ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും നോർത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. കാശ്മീരി പ്രൊഡ്യൂസറാണ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുള്ള ആൾ ഫ്രം ബീഹാർ, ക്രിയേറ്റീവ് പ്രൊഡ്യൂസറായിട്ടുള്ള ആൾ ഫ്രം പഞ്ചാബ്, ബോംബെ ക്രൂ, കാശ്മീരി സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ അവർ മലയാളത്തെ നോക്കിക്കാണുന്നതും ഇവിടെ വന്ന് മലയാള പ്രേക്ഷകരെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചൊക്കെ അവരൊരു പഠനമുണ്ട്. എന്നിട്ടാണ് അവരിങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഈ സിനിമ രക്ഷപ്പെടണം മീൻസ് ഫിനാൻഷ്യലി ഈ സിനിമ ബ്രേക്ക് ഇവനെങ്കിലും ആവണം എന്ന ആഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. നമ്മളെ വിശ്വസിച്ചവർ വന്നിരിക്കുക. അപ്പോൾ അതായിരുന്നു ഒരു വലിയ ഫാക്ടർ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പെർഫോമൻസിൻ്റെ സ്പേസ് ഉണ്ട്. മാല പാർവതിയും ഞാനും സുധിയും പ്രശാന്ത് മുരളിയും നമ്മുടെ ആൻ ശീതലും ഗോപിക മഞ്ജുഷയ്ക്ക് ഏറ്റവും നല്ല പ്രോമിസിംഗ് ആയിട്ടൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവർ ഡാൻസറാണ് ബേസിക്കലി. ആൻഡ് റിമ കലിംഗലിൻ്റെ നൃത്ത നാടകത്തിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട്, നെയ്ത്തിൽ അതിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അവർ പരമസുന്ദരിയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. അതവരുടെ തുടക്കമായിരുന്നു. ശരിക്കും നമ്മുടെ സിനിമയിലാണ് ആദ്യം അഭിനയിച്ചത്. അതാണ് നമ്മുടെ സിനിമയുടെ ഈ തരത്തിലുള്ള റിലീസിങ് വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കൺസേൺസ് കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും കാത്തിരിക്കേണ്ടി വന്നത്. ഞാൻ പറഞ്ഞ ഒരു ചെറിയ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചുകൾ അതൊക്കെ ഞങ്ങളുടെ ഭയം അത് തന്നെയായിരുന്നു. കളങ്കാവലിൻ്റെ റിലീസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ കളങ്കാവൽ നമ്മളൊപ്പം റിലീസായി ധൈര്യപൂർവ്വം നമ്മുടെ പ്രൊഡ്യൂസർ പറയുകയാണ് നമുക്ക് റിലീസ് ചെയ്യാം എന്ന് പറയണം. അപ്പം പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഇത്തരത്തിലൊരു കൊച്ചു സിനിമയ്ക്കൊപ്പം നമ്മൾ നിൽക്കുക. പിന്നെ ത്രില്ലർ സബ്ജക്റ്റുകൾക്കുള്ള അക്സെപ്റ്റൻസിനെ കുറിച്ച് നമുക്കറിയാം, നമ്മളെക്കാൾ നന്നായിട്ട് ആ പ്രൊഡ്യൂസർക്ക് അറിയാം. അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ നിന്ന് ഒരു സിനിമ വരുമ്പം ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഉറപ്പായിട്ട്. എന്താണ് ഇവിടുന്ന് വരാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 1000 ബേബീസ് വെബ് സീരീസ് വന്ന സമയത്താണെങ്കിലും അവിടെയുള്ളവർക്ക് ഇതിനെപ്പറ്റി പറയാനായിട്ട് വലിയ കാരണം എന്താണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് അവിടെയുള്ളവർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഇപ്പോൾ സാറൊരു മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സിനിഫയലിന് ഒരു 5 സിനിമ സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? മലയാളത്തിലെ സിനിമ ഈ അടുത്ത കാലത്തെ സിനിമകളെക്കുറിച്ച് പറയുന്നതായിരിക്കുന്നില്ല. ഞാൻ ക്ലാസിക്സിലേക്ക് പോകുന്നില്ല. ജോർജ് സാറിൻ്റെ സിനിമകളെല്ലാം ഞാൻ കാണാൻ ഞാൻ പറയും. ദെൻ പ്രിയദർശൻ സാറിൻ്റെ എല്ലാ സിനിമകളും കാണാൻ ഞാൻ പറയും. ഹരിഹരൻ സാറിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കാണാൻ പറയും. സത്യനികാട് സാറിൻ്റെ സിനിമകൾ കാണാൻ പറയും. സിബി മലയിൽ സാറിൻ്റെ സിനിമകൾ കാണാൻ പറയും. അരവിന്ദൻ സാറിൻ്റെ സിനിമകൾ കാണാൻ പറയും. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയാകുമ്പോൾ തന്നെ അതൊരു കാലഘട്ടം മലയാള സിനിമയ്ക്ക് ചരിത്രങ്ങളാക്കി സിനിമകൾ. ഞാൻ ജോർജ് സാറിൻ്റെ ഒരു സിനിമയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി നിന്നിട്ടുണ്ട് 20 ദിവസം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്. എനിക്കിപ്പോഴും ആ ഓർമ്മകൾ വളരെ സജീവമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. സിനിമയുടെ പ്രൊഡക്ഷൻ ഷാപ്പാട് ആദ്യമായിട്ട് കഴിക്കുന്നത് ആ സെറ്റിൽ നിന്നാണ്. 88 ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ വ്യത്യസ്തതകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വർക്ക് ചെയ്യണമെന്നാണ്. നമുക്ക് എന്താ അതിൻ്റെ വ്യത്യസ്തത എന്നറിയില്ല. പക്ഷേ അല്ലേ, നമ്മൾ ഇരകൾ പോലെയല്ല ലേഖയുടെ മരണമൊരു ഫ്ലാഷ് ബാക്ക്, അതുപോലെയല്ല ആദാമിൻ്റെ വാരിയല്, അതുപോലെ ഒന്നും അല്ലായിരുന്നു ഞാൻ വർക്ക് ചെയ്ത യാത്രയുടെ അന്ത്യവും മറ്റൊരാളും ഒന്നും. അത് പഞ്ചവടിപ്പാലം ഇതുപോലെയൊന്നുമല്ല. ഈ കണ്ണികൂടി ഇതുപോലെയൊന്നുമല്ല അല്ലേ. ഇളവങ്കോട് ദേശം ഭയങ്കരമായ വ്യത്യസ്തമാണ് സിനിമ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സിനിമ സ്വപ്നാടനം. ഞാൻ ആ സിനിമ ഫിലിം സൊസൈറ്റിയുടെ സിനിമയായിട്ട് 78 ആ സിനിമ. ഞാൻ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ആ സിനിമ കാണണം. അപ്പോൾ അത്ര കണ്ട് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത്ര കണ്ട് നമ്മൾ ഓർത്തു വയ്ക്കുന്ന ഇന്ത്യയിലെ തന്നെ മാസ്റ്റർ മേക്കറിലൊരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ പുതിയ കാലത്തെ സിനിമകളെ പറ്റി പറയുമ്പോൾ ഞാൻ തീർച്ചയായും തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമ കാണണമെന്ന് ഞാൻ പറയും. ദിലീഷ് പോത്തൻ്റെ തന്നെ മഹേഷിൻ്റെ പ്രതികാരം കാണണമെന്ന് ഞാൻ പറയും. പോത്തൻ്റെ തന്നെ ജോജി കാണണമെന്ന് ഞാൻ പറയും. ഓഫ് കോഴ്സ്
അരുൺകുമാർ അരവിന്ദിൻ്റെ കോക്ടെയിൽ കാണണം എന്ന് ഞാൻ പറയും. ആ സിനിമയ്ക്കാണ് ഇവിടെ അനക്കങ്ങൾ ഉണ്ടാക്കിയ സിനിമകൾ. അതേപോലെ തന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് അനുമേനോൻ ചെയ്ത സിനിമയുണ്ട്. ആ സിനിമ ഉറപ്പായും കാണണം എന്ന് ഞാൻ പറയും. ഓഫ് കോഴ്സ് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ കാണണം എന്ന് ഞാൻ പറയും. ഇതൊക്കെയാണ് മലയാളത്തിൽ വ്യത്യാസമുണ്ടാക്കിയ. സോൾട്ട് ആൻഡ് പെപ്പർ, ആഷിക് കപൂറിൻ്റെ സോൾട്ട് ആൻഡ് പെപ്പർ കാണണം എന്ന് ഞാൻ പറയും. കാരണം അതൊക്കെ വലിയ താരങ്ങളെ വെച്ച് ചെയ്യാമായിരുന്ന സിനിമകളാണ്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആ സിനിമയുടെ കാസ്റ്റിംഗ് ഒക്കെ അങ്ങനെയായത്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് മമ്മൂട്ടി സാറിൻ്റെയും ലാൽ സാറിൻ്റെ സിനിമകളെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഒരു 40 വർഷം പുറകോട്ട് പോകേണ്ടി വരും. അതുകൊണ്ടാണ്. പക്ഷേ ഈ പരീക്ഷണങ്ങൾക്ക് കൊമേഴ്ഷ്യൽ വാല്യൂ കൂടി ഉണ്ടായത് ഇപ്പോൾ ഓഫ് കോഴ്സ് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമ, വടക്കു നോക്കിയ യന്ത്രം എന്ന സിനിമ, ഓഫ് കോഴ്സ് ശ്രീനിവാസൻ സത്യന്തിക്കാട് കോമ്പിനേഷൻസ് എല്ലാം അങ്ങനെയാണ്. ഞാൻ പ്രിയൻ സാറിൻ്റെ സിനിമകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ കാലത്തും ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന സിനിമകളിലൊന്നാണ് താളവട്ടം എന്ന സിനിമ. ആ സിനിമയിൽ ട്രാജിക്കാണ്. നായകൻ വെജിറ്റബിളായി മാറുകയാണ് ആ സിനിമയിൽ, നായകനെ കൊന്നുകളയാണ്. ബോളിവുഡിലൊക്കെ ആ സിനിമ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വളരെ വലിയ സൂപ്പർ സ്റ്റാറുകൾ പോലും ആ സിനിമ ചെയ്യാൻ തയ്യാറായില്ല. ഒടുവിൽ സൽമാൻ ഖാനാണ് നായകനായിട്ട് വന്നിട്ട് 2004 ഞാൻ ആ സിനിമയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ധൈര്യമാണ് അന്നത്തെ കാലത്ത്. ലാൽ സാറിനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ്, ഞാൻ ഫ്രണ്ട്ഷിപ്പ് അവിടെ നിൽക്കട്ടെ, ലാൽ സാറും പ്രിയൻ സാറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു വിഷയം എടുത്ത് ചെയ്യാൻ ധൈര്യം കാണിക്കുക എന്ന് പറയുന്ന സംഭവം. അപ്പം കൊമേഴ്ഷ്യൽ സിനിമകളെയും അതിൻ്റെ ക്ലാസിക് സ്വഭാവത്തിൽ ഇത് ചെയ്യുക എന്ന് പറയുന്നൊരു വലിയൊരു ചലഞ്ച് ഉണ്ടല്ലോ, രണ്ടിനെയും ചേർത്ത് നിർത്തല്. അതിനൊക്കെ മാതൃകയാണ് ഈ സത്യന്തിക്കാട് സാറിൻ്റെയും പ്രിയൻ സാറിൻ്റെയും സിബി മലയിൽ സാറിൻ്റെയൊക്കെ സിനിമകൾ നമ്മൾ കാണുമ്പോൾ. ഓഫ് കോഴ്സ് ജയരാജ് സാറിൻ്റെ ആ സമയത്ത് ഇറങ്ങിയ പൈതൃകം പോലുള്ള സിനിമ കാണുമ്പോൾ നമ്മളെ എന്താ പറയുക, അതേ ആൾ തന്നെയാണ് ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന അന്നത്തെ സിനിമ. നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ടാണെന്ന് അതൊക്കെ അങ്ങനെയൊക്കെ വെർസറ്റൈലായിട്ട് ആർക്കാണ് സിനിമ ഉണ്ടാക്കാൻ പറ്റുക? അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് അതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ചാർജ്. ഓഫ് കോഴ്സ് സിദ്ദിഖ് ലാലിൻ്റെ സിനിമകൾ, രാംജിറാവ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സിനിമ, ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ, ഞാനതൊക്കെ വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് സിനിമകൾ കാണുക. അപ്പോൾ ആ സിനിമയുടെ പിന്നാമ്പുറത്ത് നടന്നിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും എന്നൊക്കെ വളരെ ആകാംക്ഷയോടെ അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെ കാണും പിന്നീട് ഞാൻ ചോദിക്കാറുണ്ട്. മലയാളത്തിൽ എല്ലാ ആഴ്ചയിലും ഇപ്പോൾ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ സിനിമകളുടെ ലിസ്റ്റ് എടുത്താലും ഞാൻ ഒത്തിരി വളരെ എക്സ്പെരിമെൻ്റ്, ഇപ്പം ഹോം എന്ന് പറഞ്ഞ ഞാൻ കൂടിയുള്ള സിനിമ, അത് ആ സിനിമയ്ക്ക് തൊട്ട് മുമ്പ് അദ്ദേഹം ചെയ്ത മങ്കിപ്പൻ എന്ന് പറയുന്ന 2 പേര് ചേർന്നിട്ട് ആ സിനിമ ചെയ്ത്. ഹോമിൻ്റെ തിരക്കഥ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആ സിനിമയിൽ വേണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിൽ ഇന്ദ്രൻ സേട്ടനാണ് അഭിനയിച്ചിട്ടുള്ളത്. നമ്മൾ മമ്മൂട്ടി ഇൻ ആൻഡാസ്, അല്ലെങ്കിൽ മോഹൻലാൽ ഇൻ ആൻഡാസ്, അല്ലെങ്കിൽ നമ്മൾ രജനീകാന്ത് ഇൻ ആൻഡാസ്, അമിതാഭ് ബച്ചൻ ഇൻ ആൻഡാസ്, ഷാറൂഖ് ഖാൻ ഇൻ ആൻഡാസ് എന്ന് പറയുന്നത് ഇന്ദ്രൻസ് ഇൻ ആൻഡാസ് നമ്മൾ വച്ചിട്ട് സിനിമ ചെയ്യാൻ മലയാളി കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. മലയാളി പ്രേക്ഷകർക്ക് കണ്ട് ഇരുകൈ നീട്ടി സ്വീകരിച്ചു. യെസ്, ഞാനീ പറഞ്ഞു വരുന്നത് എല്ലാ കാലത്തും പരീക്ഷണങ്ങൾക്ക് മലയാളി പ്രേക്ഷകരും, ഞാൻ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ മലയാളി പ്രേക്ഷകരാണ്. അവരെപ്പോഴും അത് രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ 5 വർഷം കൂടുമ്പോൾ മാറി ഭരണം കൊടുത്തുകൊണ്ടിരുന്ന മിടുക്കന്മാരായിരുന്നു നമ്മൾ. വളരെ ക്ലവറായിട്ട് 5 വർഷം കൂടുമ്പോൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ളൂ അതിനൊരു ചെറിയ വ്യത്യാസം വന്നിട്ട്. ബേസിക്കലി മലയാളിക്ക് ആ ഒരു പ്രബുദ്ധതയുണ്ട്. അത് മലയാളിക്ക് കിട്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ എക്സ്പോഷറാണ്. എല്ലാ തരത്തിലും മലയാളി ലോകവുമായി എക്സ്പോസ്ഡാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനും നമുക്ക് തർക്കിക്കാനും ഒക്കെയുള്ള സ്പേസ് എപ്പോഴും നമ്മൾ സ്വയം ഉണ്ടാക്കാറുണ്ട്. അതേപോലെ ഇപ്പോൾ IMDb എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും ടോപ്പ് മൂവി എന്ന് പറയുന്ന സന്ദേശമാണ് നമ്മൾ കാണുന്നത്. അതിലാണെങ്കിലും പൊളിറ്റിക്കൽ ഇതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതെ, ഒരേ സമയം അതൊരു സിനിമയാണ്, അതേസമയം തന്നെ അത് നമ്മളുടെയൊക്കെ വീടുകളിലെ ഡിസ്കഷൻ കാര്യങ്ങളാണ്. അപ്പം എല്ലാ കാലത്തും ചർച്ചയാവുക എന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് ഓരോ കാലത്തും അത് ഓരോ പുതുമ, ചില ഇതിഹാസങ്ങളൊക്കെ പോലെയാണത്. നമുക്ക് നമ്മളുടെ മാനസിക, അപ്പം മൊണലിസ ആ പെയിൻറ്റിങ് കാണുന്ന പോലെ നമ്മുടെ മനസ്സിലെന്താണോ അതായിരിക്കും മോത്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയും ഏത് സമയത്തെടുത്ത് നോക്കാവുന്ന രീതിയിൽ സിനിമകൾ മാറുമ്പോഴാണ് ആ സിനിമ കാലാതിശയായി ആവുന്നത്. അപ്പം ഒത്തിരി സിനിമകൾ നമുക്കങ്ങനെ എടുത്ത് പറയാനുണ്ട്. കുമ്മാട്ടി എന്ന് പറയുന്ന സിനിമ ഇന്നും നമ്മൾ കാണുന്നുണ്ടല്ലേ. കാണുമ്പോൾ ഒരിടത്ത് എന്ന അരവിന്ദ് സാറിൻ്റെ സിനിമ നമുക്ക് ഇപ്പോഴും നമുക്കൊരു ചർച്ച ചെയ്യാനുണ്ടല്ലേ. ഓഫ് കോഴ്സ് എലിപ്പത്തായം എന്ന സിനിമ, കൊടിയേറ്റം ഗോപി അല്ലേ, ഗോപി സാറിന് ആ പേര് തന്നെ കിട്ടിയ സിനിമ, അനന്തരം എന്ന് പറയുന്ന സിനിമ, ഗോപാലകൃഷ്ണ സാറിൻ്റെ സിനിമ. അതിലൊക്കെ അവർ അന്നത്തെ കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള, എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, നമ്മളിന്ന് കാണുന്ന നമുക്കിന്നുള്ള ഫെസിലിറ്റീസ് നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഇൻ്റർനാഷണൽ ഫിലിംസ് നമ്മൾ വെറുതെ സ്വിച്ച് ചെയ്താൽ നമുക്ക് വിതിൻ 5 seconds നമുക്ക് ഫിലിംസ് അവൈലബിൾ ആണ്. അന്ന് ഇതൊന്നുമില്ല. അപ്പോൾ അവർ എവിടുന്നായിരിക്കും ഇതൊക്കെ തപ്പിക്കൊണ്ടുവന്ന് എന്തെല്ലാം റിസോഴ്സ് ഉപയോഗിച്ച് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. പിന്നെ എത്ര കണ്ട് പുറത്തെ സിനിമകളൊന്നും ഇവിടെ ഇല്ല. ട്രാവൽ ചെയ്യും. അവർ ഏതൊക്കെ റിസോഴ്സ് വെച്ചിട്ടായിരിക്കും, അവർ എത്ര ഹാർഡ്ഷിപ്സ്, എത്രമാത്രം
മുൻപോട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും അവരെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈവൻ കോപ്പി അടിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടല്ലേ ഒരു സിനിമ കണ്ടെത്തി അല്ലേ. പല സിനിമാ സംവിധായകരെയും കോപ്പി അടിച്ചാക്കാറെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാറുണ്ട്. പക്ഷേ കോപ്പി അടിക്കാനും ഒരു വൈദഗ്ധ്യം വേണമല്ലോ. ഞാൻ കൂടുതൽ അങ്ങോട്ട് കിടക്കുന്നില്ല, കാരണം ഞാൻ കൂടുതൽ പറഞ്ഞാൽ അതിന് വേറെ തമാശ ഉണ്ടാവുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. ഞാൻ പണിയെടുത്തത്, ഞാൻ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 2 കാലങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ്. ഞാൻ ശിവപ്രസാദ് സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പുരൂരവസും സൈരന്ധ്രിയും വേമ്പനാടും ഒക്കെ ചെയ്ത് അങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സീരിയലിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അന്ന് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നൊരു പ്രൈവറ്റ് ചാനൽ ഇവിടെ ഉണ്ടാവുന്ന കാലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെവല്യൂഷൻ നടക്കുന്ന സമയത്താണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ പിന്നാലെ ഓടാൻ പറ്റിയത്. സിനിമ മാത്രമല്ലാതെ വിഷ്വൽ മീഡിയയ്ക്ക് മറ്റ് സ്പേസുകളുണ്ടെന്ന് അവരും നമ്മളൊക്കെ സ്വയം തിരിച്ചറിഞ്ഞ് എക്സ്പ്ലോർ ചെയ്യുന്നൊരു സമയത്താണ് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവിടെയൊക്കെ അവർ മാസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പം ജോർജ് സാറ് ഉണ്ടാക്കിയപ്പം ഋത്തിക് ഘട്ടകിൻ്റെയും അല്ലെങ്കിൽ അതുപോലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെയും ഒക്കെ സത്യത്രയുടെയും ഒക്കെ സിനിമകളാണ് നമ്മൾ മുൻപ് കേട്ടിട്ടുള്ളത്. അവിടേക്കാണ് അടൂർ സാറിൻ്റെ ഒരു സിനിമ വരുന്നത്. അപ്പോൾ അടൂർ സാറ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ് ഔട്ടാണ്. അതിനുശേഷം ജോർജ് സാറ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ് ഔട്ടാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി, അവരുടേതായിട്ടുള്ള കഥ പറച്ചിലേക്ക് എത്തുന്നു. ഇപ്പോൾ പഞ്ചവടിപ്പാലം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഈ കണ്ണി കൂടിയെന്ന സിനിമ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതെങ്ങനെ നമ്മൾ വിചാരിക്കും. ലേഖയുടെ പറഞ്ഞ ഫ്ലാഷ് ബാക്ക് കാണുമ്പോൾ എങ്ങനെ സിനിമയ്ക്കുള്ള സിനിമ പറയാം, എത്ര മനോഹരമായിട്ടാണ്. യവനിക പോലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വേറെ ഏതാ ഉള്ളത്, ഇത്രയും ഗംഭീര സിനിമ വേറെ ഏതാ ഉള്ളത്. അതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള നടന്മാരാണ്. മമ്മൂട്ടി സാറൊക്കെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് എവിടെയൊക്കെ ഏതൊക്കെ കാലത്ത് തയ്യാറായിട്ടുണ്ട് അവിടെയൊക്കെ മലയാളി അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ. നല്ലതിനെ ഉൾക്കൊള്ളാനും അതിന് കൈയടിക്കാനും മലയാളി എല്ലാ കാലത്തും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോഴത്തെ കാലത്തെ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിൽ ഞാൻ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ അതുവരെ പ്രിയൻ സാറിനോട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. പോത്തൻ എന്നോട് പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ സെറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ കാണുന്ന എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള രാജീവ് രവി ക്യാമറ ചെയ്യുന്നു, പോത്തൻ ഡയറക്റ്റ് ചെയ്യുന്നു, ശ്യാം പുഷ്കരൻ തൊട്ടടുത്തുണ്ട്. എൻ്റെ വളരെ അനുജനും തുല്യനായിട്ടുള്ള ആളാണ് ശ്യാം. അപ്പോൾ പക്ഷേ ഇവരെ ഞാൻ കാണുന്നത് പുതിയൊരു എക്സ്പീരിയൻസിൽ നിന്ന് അടുക്കിലേക്ക് എന്നെ കൊണ്ടിട്ട് ഞാൻ അതുവരെ കണ്ട അല്ലെങ്കിൽ അതുവരെ ഞാൻ മനസ്സിലാക്കി വെച്ചൊരു ഫിലിം മേക്കിംഗ് ശൈലിയേ അല്ല അവരുടേത്. അത് നമുക്ക് വേറൊരു സെഷനിൽ പറയേണ്ടി വരും. ഒരു 2 മണിക്കൂർ പറഞ്ഞാൽ തീരില്ല. കാര്യം ഞാൻ 6 ദിവസം ഇവിടെ ഉണ്ടായുള്ളൂ. അപ്പം നോക്കൂ, ഓരോരുത്തരും അവരവരുടെ രീതിയിൽ സിനിമയെ കാണുകയും എന്ത് പറയണം, അത് എവിടെ വരെ പറയണം തീരുമാനിക്കുകയും ചെയ്യുകയും അതിനെ ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ കേരളത്തിലുണ്ട്. ഒരു ടെംപ്ലേറ്റ് ഒന്നുമില്ല. നമ്മൾ റെഫറൻസസ് ചിലപ്പോൾ എടുക്കുമായിരിക്കും, പക്ഷേ മലയാളത്തിലാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നതെങ്കിൽ മലയാളികൾക്ക് വേണ്ടിയാണ് ഈ സിനിമ ചെയ്യുന്നതെന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അത് മാറിയിട്ട് ലോകത്തിന് മുഴുവൻ കാണാൻ ആണ് ഈ സിനിമ എന്ന് പറയുന്നൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെത്തി. അതാണ് വലിയ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും എനിക്കിഷ്ടമാണ്. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓഫ് കോഴ്സ് കോവിഡ് ടൈമിൽ ഇറങ്ങിയ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ കാണുമ്പോൾ അതൊരു സിനിമയല്ല കണ്ടത്. ഞാൻ അടുത്ത സെക്കൻഡ് ഓടി അടുക്കളയിൽ പോയത്. ഞാൻ ഓടിച്ചെന്ന് വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന തുണികൾ എത്രയുണ്ടെന്നാണ് ഞാൻ നോക്കിയത്. സീരിയസ്ലി എൻ്റെ വീടിനകത്തേക്കാണ് ഞാൻ നോക്കിയത്, അല്ലാണ്ട് ഞാൻ എൻ്റെ ഉള്ളിലേക്കാണ് നോക്കിയത്. അത് വലിയൊരു മാറ്റമാണ്. അതിലെ ലാഗ് അല്ലെ അതിലെ ആ ഒരു ബോറടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ജിയോ എനിക്ക് എൻ്റെ അനിയനെ വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്. സിനിമ ചെയ്യുന്നതിനൊക്കെ മുമ്പൊക്കെ തന്നെയുള്ള പരിചയമാണ്. അങ്ങനെ ഒരു സിനിമ നമ്മളേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് അതാണ് സിനിമയുടെ ജോലി. എല്ലാ ആർട്ട് ഫോമിൻ്റെയും ജോലി അതാണ്. ആ നിലയ്ക്ക് മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ അഭിമാനം. ശരിക്കും നമ്മുടെ പെർസ്പെക്റ്റീവ് തന്നെ മാറ്റിക്കളയുന്ന ഒരു ഇതായിരുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണെങ്കിലും. ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞ് കേട്ടപ്പോൾ ഒരു എറയിൽ മൊത്തം മൂവീസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പോയി. ഓരോ ഡിഫറെൻറ്റ് ജോണേഴ്സിലെ കഥകളാണ് ഇത് മൊത്തം. സാറിന് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജോണർ ഏതാ? ഞാൻ സിനിമ ഭ്രാന്തനാണ്. എല്ലാത്തരം സിനിമകളും ഞാൻ ഇഷ്ടപ്പെടുന്നു, എല്ലാത്തരവും ഇഷ്ടപ്പെടുന്നു. അല്ലാണ്ട് എനിക്ക് ഇന്നത് മാത്രമെന്നില്ല. ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം ഒതുങ്ങുന്നത് ഭയങ്കര മണ്ടത്തരം. അങ്ങനെ ചെയ്താൽ എനിക്ക് മറ്റു പലതും ആസ്വദിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞാൻ എല്ലാ സിനിമയും കാണും. ഡോക്യുമെൻ്ററീസ് കുത്തിയിരുന്ന് കാണുന്ന ആളാണ് ഞാൻ. ഡോക്യുമെൻ്ററീസ് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെൻ്ററീസ് ആണ് കാണാൻ ഭയങ്കര രസം. ഡോക്യുമെൻ്ററീസിൻ്റെ കഥകൾ ഈ സിനിമയുടേതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. വലിയൊരു സ്പേസാണത്. അതിൻ്റെ എൻജോയ്മെൻ്റൊക്കെ വേറെ ലെവലാണത്. അത് തീർച്ചയായും ഡോക്യുമെൻ്ററീസ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും.
വേറെ ട്രിപ്പാണത്. അപ്പോൾ നമുക്കറിയില്ലല്ലോ, നമ്മൾ രാവിലെ ക്യാമറ എടുത്ത് ഇറങ്ങുന്നു, സിനിമയിൽ നമുക്കറിയില്ല നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ല. അത്തരത്തിലുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ആ ചലഞ്ച് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നവരാണോ ഡോക്യുമെൻ്ററി ചെയ്യുന്നവർ. ആ മൊമെന്റിൽ നമുക്ക് കിട്ടുന്നത് ക്യാപ്ചർ ചെയ്തെടുക്കുക. എന്ത് പ്ലാൻ ചെയ്താലും സിനിമയ്ക്കും അങ്ങനെയാണ്. പക്ഷേ സിനിമയ്ക്ക് നമ്മുടെ തിരക്കഥയുണ്ട്, എന്തായാലും ആ ഫ്രെയിമിൻ്റെ അകത്ത് തന്നെ വേണ്ടത് നമ്മൾ എടുത്തിട്ട് പോകും. ഡോക്യുമെൻ്ററിക്ക് അങ്ങനെയില്ല. നമ്മൾ രാവിലെ ഇറങ്ങി കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിപ്പോയ ആളെ ആയിരിക്കില്ല വൈകുന്നേരം തിരിച്ചെത്തുണ്ടാവുക. അപ്പോൾ അതൊക്കെ എനിക്കിഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിന് ഒന്ന് ട്വീക്ക് ചെയ്താൽ ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എന്തെന്നുള്ള ചോദ്യമായിരിക്കും. അത് ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് കൂടി അനുഭവമുള്ള, എനിക്ക് കൂടി അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിനെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഞാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായി റിസർച്ച് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി മാക്സിമം എന്തൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ, എന്നാലും ഡോക്യുമെൻ്ററി ആവാത്ത രീതിയിൽ എൻ്റെ ഫിക്ഷൻ അതിലുണ്ടാവുന്ന രീതിയിൽ ഒരു പഠനം നടത്തിയിട്ട് വേണം ചെയ്യാൻ എന്നുള്ളതാണ്. എനിക്ക് പരിചിതമല്ലാത്ത ഒരു പരിപാടിയിലേക്ക് ഞാൻ പോവാതിരിക്കുക എന്നുള്ളതാണ്. ശ്രീനേട്ടൻ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ശ്രീനേട്ടൻ വളരെ രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോക സിനിമയിലേക്കുള്ള ശ്രീനേട്ടൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ട് വളരെ ഫേമസ് ആണുള്ളത്. ഞാൻ 50 സിനിമ ചെയ്യുമ്പോൾ 500 സിനിമകൾ ഞാൻ ചെയ്യാതിരുന്നു, അതാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പറഞ്ഞത്. പലതിനെക്കുറിച്ചും പകുതിയുള്ള അറിവ് വെച്ചിട്ട് അത് വെളിവാവും. അത് നമുക്ക് അറിയാൻ വയ്യാതെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. ഇപ്പോൾ സിനിമ ചെയ്യുമ്പോൾ പോലും കൺസെപ്റ്റ് വച്ചിട്ട്, അതായത് തിരക്കഥ എൻ്റെ കയ്യിലുണ്ട്, സിനിമ എടുക്കാൻ പഠിക്കണമല്ലോ. ഞാൻ പഠിക്കണം വെച്ചാൽ ഞാൻ സ്കൂളിൽ പോയി പഠിക്കണം എന്നല്ല പറയണത്, സിനിമ പഠിക്കണം, സിനിമ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം, അതിൻ്റെ ലെൻസിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഈ 4 വരയ്ക്കകത്തുള്ളതാണ് സിനിമ, ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്കുള്ളതാണ് സിനിമ. അത് എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ സിനിമ ഉള്ളിടത്തോളം കാലം അത് നിലനിൽക്കും. നമ്മൾ പിന്നെയും ഓരോ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അതെ, തെറ്റൊന്ന് ചെയ്താൽ ആ തെറ്റ് കാലങ്ങളോളം നിൽക്കും. മുൻപൊക്കെ ആ ഫിലിം കത്തിച്ചളഞ്ഞാൽ, ഇപ്പം അതല്ല, എനിക്ക് കത്തിച്ചളയാൻ പറ്റും, എൻ്റെ കയ്യിലുള്ളതേ പോകുള്ളൂ, മറ്റവൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഒരിക്കലും ഇത് മായാതെ ഈ തെറ്റ് തെറ്റായും ശരി ശരിയായും നല്ലത് നല്ലതായും ശരി തെറ്റൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാട്ടോ, ഞാൻ എങ്കിലും പറയുകയാണ്, അപേക്ഷിക്കുകയാണ്, അതെന്നാലും ഞാൻ പറയാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എനിക്ക് അറിയാവുന്നത് അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തതാണെങ്കിൽ എനിക്കത് ചെയ്തേ തീരുന്നുള്ള സാഹചര്യമുണ്ട് ചിലപ്പോൾ. അപ്പോൾ അവിടെ ഞാനത് പഠിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്ന തീരുമാനം. മൊത്തത്തിൽ അതിനെപ്പറ്റി മനസ്സിലാക്കി അത്രയും കംഫർട്ടായിട്ട് അത് ചെയ്യുക. മനസ്സിലാക്കൽ കൂടാതെ ഇപ്പം മെഡിക്കൽ ഒരു ത്രില്ലർ ഒരു പരിപാടി ചെയ്യുന്നെങ്കിൽ എനിക്ക് മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് പത്രത്തിൽ വായിച്ചിട്ടുള്ളതും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ ആൾക്കാരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. അത് വെച്ചുകൊണ്ട് ഞാൻ സിനിമ ചെയ്യാൻ തീരുമാനിച്ചാൽ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത് മറിച്ച് അതിനെക്കുറിച്ച് പഠിച്ചാൽ ആ ആഴവും പരപ്പും ഒക്കെ നമ്മുടെ സിനിമയിൽ കാണും. ഓരോ സൊല്യൂഷൻസ് ഉണ്ടായി വരും ഓരോ പ്രശ്നത്തിൽ. തീർച്ചയായിട്ടും നമുക്ക് അത് കുറേ കൂടി സയൻറ്റിഫിക് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചും നമ്മളതിൻ്റെ പെരിഫറീസ് കൂടെ മാത്രം പോയിട്ട് സംസാരിക്കുന്നതും ആഴത്തിൽ പഠിച്ചിട്ട് സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് തന്നെയാണ് സിനിമയും. നമ്മുടെ തന്നെ പ്രതിഫലനങ്ങളാണല്ലോ. ഇതൊക്കെ ഒരു വയാ മീഡിയ ആണല്ലോ, ഒരു വേ ഓഫ് എക്സ്പ്രഷൻ ആണെല്ലാം. ഇപ്പോൾ ഒരു ഡാൻസ് പെർഫോമർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഡാൻസ് കാണുമ്പോൾ അറിയാം. സ്ഥിരമായി ഡ്രൈവ് ചെയ്യുന്ന ഒരാളും അയാൾ സ്ഥിരമായി ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ. ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ന് കയറുന്ന ബസ്സിൽ തന്നെ ആവണമെന്നില്ല നാളെ ആ ഡ്രൈവർക്ക് ഓടിക്കാൻ കിട്ടുക. കണ്ടക്ടർക്കും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ കണ്ടക്ടറുടെ പറയുന്നില്ല, കാരണം കണ്ടക്ടർക്ക് അങ്ങനെ വലിയ വ്യത്യാസമില്ല, മണി അടിക്കാനൊക്കെ. ഡ്രൈവർക്ക് വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ കയറാൻ പോകുന്ന വണ്ടി തലേദിവസം വേറൊരാൾ രാത്രി 12 മണിക്ക് കൊണ്ടിട്ട വണ്ടിയായിരിക്കും. അപ്പം സ്ഥിരമായി അയാൾ ഓടിക്കുന്ന വണ്ടിയിലേക്ക് അയാൾ കയറി ഇരുന്ന് അയാൾ വണ്ടി സ്റ്റാർട്ടാക്കി പോകുന്നതും ഇപ്പോൾ അയാൾക്ക് കയറി രണ്ടും നമുക്ക് കണ്ടറിയാം. പരിചയക്കുറവ്. അയാൾ എത്രയോ വർഷമായിട്ട് ഡ്രൈവറായിരിക്കും, പക്ഷേ ഇപ്പോഴാണ് അയാൾ ആ ബസ്സിൽ കയറി. ആ ബസ്സിൽ കയറി അയാൾ ഇരിക്കുന്നതും അയാൾ എൻ്റെ ഗിയറിൽ പിടിക്കുന്നതും സ്റ്റിയറിംഗിൽ പിടിക്കുന്നതും ചുറ്റും നോക്കുന്നതും കണ്ട ശരി ഇയാളിത് പുതിയതല്ലേ എന്ന് നമുക്ക് മനസ്സിലാകും. എല്ലാ കാര്യവും അങ്ങനെയാണ്. അതിലൊരു സീസണിങ് എന്ന് പറയില്ലേ, ക്രിക്കറ്റ് ബാറ്റിനും ഉണ്ട് സീസണിങ് അല്ലേ. ബാറ്റ് നമുക്ക് മേടിച്ച് അതുപോലെ നമ്മൾ ക്രീസിലേക്ക് ഇറങ്ങി ബാറ്റ് ചെയ്യല്ല ചെയ്യുക. അതിൽ ബോൾ കൊണ്ട് അടിച്ചടിച്ചാലേ ഒരു പ്രത്യേകതയിൽ ഒരു ഹിറ്റ് ഹാമർ വെച്ചിട്ട് അടിച്ചടിച്ചത് പദം വരുത്തിയതിന് ശേഷമാണ് അതിൻ്റെ ബൗൺസിങ് ഒക്കെ നോക്കിയിട്ടാണ് ബാറ്റ് യൂസ് ചെയ്യുക നമ്മൾ. അപ്പോൾ അതുപോലെ സീസണിങ് എന്ന് തന്നെയാണ് പറയുന്നത്. ബാറ്റ് സീസൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കും ആൾക്കാർക്ക്. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു സീസണിങ് ഉണ്ടാവും. ആ സീസണിങ് ആണ് നമ്മൾ പ്രഗത്ഭരായ കലാകാരന്മാരിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഗോപിയാശാൻ്റെ വേഷത്തിന് കഥകളിയിൽ പറഞ്ഞാൽ അദ്ദേഹം ഇരുന്നിട്ട് ഒരു മുദ്ര വെറുതെ ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് അതിൻ്റെ മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും, ആദ്യമായി ആ പെർഫോമൻസിന് അയാൾ ആ മുഴുവൻ മുദ്ര കാണിച്ചാലും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോകുന്നതും എന്തുകൊണ്ടെന്നുള്ളതിന് ഉത്തരം ഇതാണ്. വെറുതെ ഒരു നോട്ടത്തിനൊക്കെ ഉള്ള അർത്ഥമുണ്ട്. ഇപ്പം മോഹൻലാൽ സാറ് അല്ലെങ്കിൽ മമ്മൂക്ക
ഒരു നോട്ടം, ഒരൊറ്റ നോട്ടം, ആ നോട്ടത്തിന് എത്രയോ നാളത്തെ അനുഭവങ്ങളാണ് നോട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മളും ആ എക്സ്പീരിയൻസിലേക്ക് എത്താനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ പ്രായം കൊണ്ടല്ല, പ്രായം കൊണ്ടെത്തലല്ല ഉദ്ദേശിച്ചത്, അത് നമ്മളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യണം എന്നത് എല്ലാ മേഖലയിലും ബാധകമാണ്. അതേപോലെ തന്നെ നമ്മൾ ഏത് ഡയറക്ടറിനോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ആ ഒരു സിനിമയിൽ പ്രതിഫലിക്കുന്നത് ആ ഡയറക്ടറിൻ്റെ ജീവിതത്തിൽ ആൾ അനുഭവിച്ച കുറേ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ആൾ എവിടെയെങ്കിലും നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയായിരിക്കും. അതിൽ നിന്നെടുത്ത് ചെയ്യുന്നതായിരിക്കും ഒരു പെർഫെക്റ്റ് ആയിട്ട് വരുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയും ഒരു സലോൺ, ഇതിൽ ഒരു തിരക്കഥാകൃത്ത് എവിടെയോ ഇരുന്ന് എഴുതുന്ന കഥ, ആ കഥ എഴുതുമ്പോൾ വേലായുധൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേരെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ തോമസ് കുട്ടി എന്ന പേരെന്ന് വെച്ചോളൂ. ഈ തോമസ് കുട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു തോമസ് കുട്ടിയുണ്ട്. ഈ തോമസ് കുട്ടിയെ ഞാൻ അറിയില്ല, കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ തോമസ് കുട്ടി ആവുന്നത്. അതായത് ആ എഴുത്തുകാരൻ്റെ മനസ്സിൽ എന്നോ കയറി കൂടിയ തോമസ് കുട്ടി, ആ തോമസ് കുട്ടി തിരക്കഥയിലാവുന്നു, അതിനുശേഷം ഒരു സംവിധായകൻ വരുന്നു, അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊരു പ്രൊഡ്യൂസർ വരുന്നു. ആ സിനിമയിലെ തോമസ് കുട്ടി എന്ന കഥാപാത്രമായി അഭിനയിക്കാൻ എന്നെയോ മറ്റൊരാളെയോ തീരുമാനിക്കുമ്പോൾ മാത്രമാണ് ഞാനത്. അതിനുശേഷം ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആ സെറ്റിൽ വന്നിരുന്ന് മേക്കപ്പ് ചെയ്യുന്നു, അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്യുന്ന ആളെനിക്ക് കോസ്റ്റ്യൂം ചെയ്തു തരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോയി ഫ്രെയിമിൽ പോയി ഷോട്ടിൽ പോയി നിൽക്കുന്നു. അതിനു മുമ്പ് സ്ക്രിപ്റ്റ് ഡിസ്കഷൻ നടക്കുന്നു, ഡയലോഗ്സ് ഞാൻ ബൈ ഹേർട്ട് ചെയ്യുന്നു, കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിനോട് റിഹേഴ്സൽ ചെയ്യുന്നു, ഞാൻ പോയി നിൽക്കുന്നു, അതിനൊക്കെ ശേഷം ലൈറ്റ്സ് ഓൺ ചെയ്യുന്നു, ബാക്കി എല്ലാവരും പിന്നിലേക്ക് മാറിയിട്ട് സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുന്നു. ആക്ഷൻ പറഞ്ഞതിന് ശേഷമാണ് ഈ പെർഫോമൻസ്. ഇത്രയും പ്രോസസ്സ് നടന്നതിന് ശേഷമാണ് നേരത്തെ സലൂൺ പറഞ്ഞ ഈ സംവിധായകനോ തിരക്കഥാകൃത്തോ കണ്ട തോമസ് കുട്ടിയെ രണ്ടാമത് കാണുമ്പോൾ അവർ തമ്മിൽ എന്ത് അകലമുണ്ട്. എൻ്റെ പേനയിലെ മഷിയുടെ അറ്റത്തിരുന്ന തോമസ് കുട്ടി അവിടെ നിൽക്കുക, എനിക്ക് യാതൊരു റോളും ഇല്ല അതിൽ. അദ്ദേഹം ഈ സ്റ്റാർട്ടിൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നോ അതാണ് തോമസ് കുട്ടി. പിന്നെ അല്ലേ, അപ്പോൾ എഴുത്തിൽ നിന്ന് സിനിമയിലേക്കുള്ള ദൂരം അത്ര കണ്ടുണ്ട്. ശരിക്കും എഴുത്ത് എവിടെ തീരുന്നോ അവിടെയാണ് സിനിമ തുടങ്ങുന്നത്. അല്ലാണ്ട് എഴുത്തിൻ്റെ മുകളിൽ മറ്റൊരു ലെയറല്ല സിനിമ. ശരിക്കും തിരക്കഥകൾ റെഫറൻസസ് മാത്രമാണ്. ഒരു സിനിമ ചെയ്യാനുള്ള റെഫറൻസാണ് തിരക്കഥ. ഓരോ സീനും അതെങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു കൂട്ടായ തീരുമാനമാണ്. സംവിധായകൻ മാത്രം എടുക്കുന്ന തീരുമാനമല്ലത്, ക്യാമറമാനും എഡിറ്ററും. അതിനുശേഷം എഡിറ്റർ എന്ന് പറഞ്ഞാൽ വലിയ രാക്ഷസനപ്പുറത്തിരിപ്പുണ്ട്. നമ്മൾ ഈ ഷൂട്ട് ചെയ്ത സാധനമൊക്കെ അദ്ദേഹം കൂടെ കണ്ടിട്ട് വേണം. ഒരു എഡിറ്ററാണ് ശരിക്കും ഒരു സിനിമ ഉണ്ടാക്കുന്നത്. ഒരു സിനിമയിലൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ അതിലൊരു ഇന്റർവെൽ ബ്ലോക്ക് ഉണ്ട്, അതിലെല്ലാം എഡിറ്റിങ്ങിന്റെ ഒരു പ്രാധാന്യം. യെസ് അല്ലെ, ലോകം അങ്ങനെയല്ലേ, രാവും പകലും ഒക്കെ എഡിറ്റഡ് അല്ലേ, കൃത്യമല്ലോ, ഒരു സെക്കൻഡ് കൂടുതലല്ലോ. ഒരു സെക്കൻഡ് 24 മണിക്കൂറേ ഉള്ളൂ നമുക്കൊക്കെ. ഇപ്പോൾ ഈ വർത്തമാനത്തിനുള്ള എഡിറ്റിംഗ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരുന്ന മുഴുവൻ പറയുന്നുണ്ടോ? ഇല്ല, നമുക്ക് എഡിറ്റ് ചെയ്താൽ പറയണം. അപ്പോൾ ഈ എഡിറ്റിംഗ് എന്ന് സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മൊത്തം ജീവിതത്തിനും എല്ലാറ്റിനും ഉണ്ട് ഒരു എഡിറ്റഡ് വേർഷനാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് യാതൊരു അന്തവും കുന്തലുണ്ടായി പോകും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, ഒരു കഥാപാത്രത്തെക്കുറിച്ച് തോമസ് കുട്ടി എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങി, അതെവിടെ അവസാനിച്ചു, ഇതെല്ലാം കഴിഞ്ഞ് പ്രേക്ഷകൻ അവൻ്റെ ഒരു ആസ്വാദനക്ഷമത കൂടി ഇതിന് ഫാക്ടറാണ്. ഞാനിത് ചെയ്ത് ഒരു ഫ്രൈഡേ ഈ പടം കൊണ്ടിട്ടിട്ട് പിന്നെ എൻ്റെ കയ്യിലല്ല ഈ സിനിമ, ഞാനാണിത് ചെയ്തതെന്ന് പോടാന്ന് പറയും. ചിലപ്പോൾ ഒരു ഇടിയും കൂടെ കിട്ടും നന്നായിട്ടല്ല ചെയ്തിട്ടില്ലെങ്കിൽ അല്ലേ. അവിടെ നമുക്ക് യാതൊരു റോളും ഇല്ല, ഞാനും ഈ കാഴ്ചക്കാരനും ഒക്കെ ഒരേപോലെ അത് ഓൺ ചെയ്യുകയാണ്. അതാണ് സിനിമയുടെ മാജിക്. എല്ലാ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളുടെയും എല്ലാ ക്രിയേഷൻസിൻ്റെയും ഏറ്റവും വലിയ ഭാഗ്യവും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ സസ്പെൻസും അതാണ്. ബാക്കി എല്ലാത്തിനും നമുക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നൊരു സംഭവത്തിൻ്റെ പ്രത്യേകത അതല്ലേ. ആ ഒരു അത്ഭുതം കൊണ്ടാണ് നമുക്കറിയില്ല. ഇപ്പോൾ കൂനൻമാവിലെ നാടൻ കവലയിൽ നിന്ന് രാമൻകുട്ടി വന്ന് നിന്ന ബസ്സിൽ നിന്ന് രാമൻകുട്ടി ഇറങ്ങി എന്ന് ഞാൻ പറയുമ്പോൾ സലോണിൻ്റെ മനസ്സിലും അനന്തുവിൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിലും ഒരു കൂനന്മാവ് കവലയും വന്നു. ഇതൊരിക്കലും ശരിയായിരിക്കില്ല, പറഞ്ഞത് ഒറ്റ ടെക്സ്റ്റാണ്, പക്ഷേ ഇതൊരിക്കലും ഒന്നായിരിക്കില്ല എന്ന് ഉറപ്പല്ലേ. അതാണ് ഇതിൻ്റെ മാജിക്. നമ്മൾ 3 പേര് ഇത് കേട്ടു, 3 സിനിമ ഉണ്ടായി കഴിഞ്ഞു. ഒരു സിനിമയല്ല, 3 സിനിമയത് അല്ലേ. യെസ്, അതാണ് ഇതിൻ്റെ മാജിക്. ഇപ്പോൾ രാമായണം വായിക്കാറുണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഇപ്പോൾ 2-ാം ഊഴം നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ട 2-ാം ഊഴം പലതല്ലേ. അതിൽ മോഹൻലാൽ സാറാണ് അല്ലെങ്കിൽ മമ്മൂട്ടി സാറാണ് ഭീമൻ എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അങ്ങനെ ആലോചിച്ച് കൊടുക്കും. അവിടെയും നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട്. എഴുത്തിൻ്റെ ഏറ്റവും വലിയ സ്പേസും അത് തന്നെയാണ്. പുസ്തകങ്ങളുടെ അക്ഷരങ്ങളുടെ ഏറ്റവും വലിയ മാജിക്കും അതാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഈ പ്രായത്തിൽ ഞാനൊരു 10 വയസ്സിൽ വായിച്ച പുസ്തകം ഞാനിപ്പോൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 12 വയസ്സിൽ വായിച്ചപ്പോൾ, 20 വയസ്സിൽ വായിച്ചപ്പോഴൊക്കെ ഞാൻ അതിനെ പുതുക്കി പണിതുകൊണ്ടിരിക്കുക അല്ലേ. ഇപ്പോൾ വായിക്കുമ്പോൾ എൻ്റെ സിനിമ കണ്ടിട്ടുള്ളതും എൻ്റെ അനുഭവങ്ങളും ഒക്കെ വച്ചിട്ട് ഞാനിപ്പോൾ എനിക്ക് വീണ്ടും ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന വിജയൻ സാറിൻ്റെ പുസ്തകം ഞാനിപ്പോൾ വായിക്കുമ്പോൾ എൻ്റെ രീതിയിൽ എനിക്ക് പള്ളം ഇറങ്ങി എന്ന് എഴുതുമ്പോൾ അന്ന് കണ്ട പള്ളം അല്ല ഇപ്പോൾ അല്ലേ. അപ്പുക്കുലിയെ ഞാൻ അന്ന് കണ്ടതുപോലെ അല്ല.
മറിച്ച് അതൊരു സിനിമയായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് അറസ്റ്റഡ് ആയി പോകും. ഇപ്പം മഹാഭാരതം നിതീഷ് ഭരദ്വാജിൻ്റെ കൂടെ ഞാനിപ്പോൾ വർക്ക് ചെയ്തു, ഖത്തനാറിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. അത് സൃഷ്ടിയായി കഴിഞ്ഞപ്പോഴേക്കും ഒരു കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ ശ്രീകൃഷ്ണൻ, അതിനു മുമ്പ് ഞാൻ പൂമ്പാറ്റ അമർചിത്ര കഥയിലും മറ്റോ കണ്ട ഇല്ലസ്ട്രേഷനിൽ കണ്ട ശ്രീകൃഷ്ണനാണ്. പിന്നീട് അത് ഏതൊക്കെയോ പെയിൻറ്റിങ്ങുകളിൽ കണ്ട അതായിരിക്കും ശ്രീകൃഷ്ണൻ ഞാൻ ആലോചിച്ചു. പക്ഷെ അവിടെയൊക്കെ എൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മറിച്ച് മഹാഭാരതം വന്നപ്പോഴേക്കും എൻ്റെ മനസ്സിൽ കുറേയേറെ നാളത്തേക്ക് നിതീഷ് ഭരദ്വാജ് ആയിരുന്നു എൻ്റെ ശ്രീകൃഷ്ണൻ, അരുൺ ഗോവിലാണ് എൻ്റെ ശ്രീരാമൻ. അപ്പോൾ അത് വലിയൊരു ലിമിറ്റേഷനുമാണ്, നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടും. അതെ, സാറിത് പറഞ്ഞപ്പോൾ ഈ കൈലാസനാഥ് എന്നുള്ള ഒരു സീരിയൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ശിവനെ കണ്ടപ്പോഴാണ് എനിക്ക് ഫുള്ള് ശിവൻ എന്ന് പറയുമ്പോൾ ആ ഒരു രൂപമാണ് മനസ്സിൽ എപ്പോഴും തെളിഞ്ഞത്. അതെ അതെ, മനുഷ്യൻ്റെ മനസ്സിൻ്റെ മാജിക്കാണ്. ഇപ്പം അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിലൊന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ ഒരു മാജിക്കാണ് നമ്മളെപ്പോലുള്ളവരെ സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെയായി പോകാമായിരുന്ന, ഏതെങ്കിലും മുനിസിപ്പാലിറ്റി ക്ലർക്കൊക്കെ പോകാമായിരുന്ന എന്നെ കൊണ്ട് ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഈ സമയത്ത് ഈ വെളിച്ചത്തിന് മുമ്പിൽ ഇരുന്ന് പറയിപ്പിക്കുന്നത് ആ ഒരു മാജിക്കാണ്. സാർ ഒരുപാട് ഡോക്യുമെൻ്ററീസ് ചെയ്തു, കൊമേഴ്ഷ്യൽ ആഡ്സ് ചെയ്തു, എബി എന്നുള്ള ഒരു മൂവി ഡയറക്റ്റ് ചെയ്തു. ഇപ്പോൾ ഡയറക്ടോറിയൽ ട്രാക്കിൽ നിന്ന് മാറി അഭിനയത്തിലേക്ക് വരുമ്പോൾ ഹൗ യു ഹാപ്പി വിത്ത് യുവർ ആക്ടിങ് കരിയർ? എല്ലാം സിനിമയാണല്ലോ, നമ്മൾ ആഗ്രഹിച്ച അതാണ്. അപ്പം ആ നിലയ്ക്ക് പിന്നെ എനിക്ക് പെർഫോം ചെയ്യുന്ന ഞാനിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെയുള്ള ഡിസ്കഷൻസിൽ, ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുള്ള ഈ ഒരു ഐഡിയ ആണ്. സിനിമ ഒരു ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി മാത്രം നിൽക്കുന്നൊരു പരിപാടിയാണ് സിനിമ. ടെക്നിക്കാലിറ്റീസാണ് സിനിമയുടെ അടിസ്ഥാനം. അപ്പോൾ സിനിമയിലെ നടനും ഒരു ടെക്നീഷ്യനാണ്. അപ്പം നടനും ആ ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് സിനിമയിൽ നിൽക്കേണ്ടത്. ലെൻസിനെ കുറിച്ചും ലൈറ്റിനെ കുറിച്ചും ടോട്ടൽ ആ സിനിമയിലെ ഒരു സീനിൻ്റെ വേഗതയെക്കുറിച്ചും ആ സീൻ എവിടെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചും ആ വരുന്നിടത്ത് ഞാനൊരു എക്സ്പ്രഷൻ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷനെ കുറിച്ചൊക്കെ നല്ല ധാരണ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പലരും പല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും അതൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയാനായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ അതെന്ന്. സിനിമ ഒത്തിരി വളരെ പ്രഗത്ഭരായിട്ട് ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ചില ആർട്ടിസ്റ്റുകൾ, ഗ്ലോബലി അക്ലൈംഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്, സിനിമ നടൻ അല്ലെങ്കിൽ നടി, സിനിമയിലെ പെർഫോമർ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഒട്ടും പിടികിട്ടുന്നില്ല. ഞാൻ അവരിതിനൊരു പക്ഷേ ഇത് കണ്ടിട്ട് ഉത്തരം പറയട്ടെ. അതായത് ഇതിനൊരു ചതുരമുണ്ട്, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് കാണിച്ചാൽ അല്ല കാണുക. ലൈറ്റുണ്ട്, ഫ്രെയിമുണ്ട്, 16 സീരീസ് 14 സീരീസും ഒരു ലെൻസിൻ്റെ ഒരു സീരീസ് തന്നെയുണ്ട്. അപ്പോൾ ഞാൻ പോയി മിഡ് ഷോട്ടിന് ടോപ്പ് ആംഗിളും മറ്റൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും സാധാരണക്കാർക്ക് പോലും, എസ്പെഷ്യലി മലയാളം ജനങ്ങൾ ടെക്നീഷ്യൻസിൻ്റെ പേര് കൂടി കണ്ടിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്, നോക്കിയിട്ടാണ് സിനിമ. അപ്പോൾ അത്രയും ടെക്നിക്കാലിറ്റീസ് ഇൻവോൾവ് ആണ് ഈ പരിപാടിക്കകത്ത്. അപ്പം സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻസും കാലങ്ങളായി കണ്ട സ്വപ്നം ഷോട്ടിന് മുമ്പ് വരെയുള്ള സമയത്ത് വരെ അവർ പണിയെടുത്തിട്ട് അവർ പിന്നോട്ട് മാറി അവർ അത്രയും നാളത്തെ ജോലിയുടെ മുഴുവൻ പരിപാടിയും വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരാളാണ് ഈ നടനും നടിയും. അത്രയും റെസ്പോൺസിബിളാണ്. അവർ ഏറ്റവും ഒടുവിൽ അവരെന്നേന്നുള്ളൂ. ഇത്രയും ചെയ്ത് ഏൽപ്പിച്ച് കംപ്ലീറ്റ് പരിപാടി നടത്തി കഴിഞ്ഞ് ചെയ്യേ എന്ന് പറയുന്ന ആരോടായി, നടനോടും നടിയോട്. അപ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ട് അയാൾക്ക്. അപ്പോൾ അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് പെർഫോമൻസ്. അത് എനിക്ക് മനസ്സിലായത് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കുറേയേറെ നാൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിലും പ്രിൻസ് സാറിൻ്റെ കൂട്ടത്തിലും ജോർജ് സാറിൻ്റെ സിനിമാ സെറ്റിൽ പോയി നിന്നു. ഒത്തിരി പേരോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സീരിയലിൻ്റെ കൂടുതൽ ഞാൻ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സെറ്റിൽ പോയി വായി പിടിച്ച് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ട്. ഒത്തിരി ചാൻസ് പോയിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ലേണിംഗ് പ്രോസസ്സായിരുന്നു. അവരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞില്ല, അവിടെ നിന്നോളം പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. ആ ലേണിംഗ് പ്രോസസ്സാണ് എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുന്നുവെങ്കിൽ, അങ്ങനെയാണല്ലോ. അപ്പം നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരുന്ന ക്യാമറയുടെ പുറകിൽ നിന്ന കാലമാണ്. അതാണ് എനിക്ക് ഗുണം ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മുമ്പിലായാലും പുറകിലായാലും ഞാൻ ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ സിനിമയിലാണ്, സിനിമയ്ക്കുള്ളിലാണ് ഞാൻ. എനിക്കത് മതി. അവിടുന്ന് ആ ലെസൺസിൽ നിന്ന് യൂസ് ചെയ്ത് ഇപ്പോൾ ഫിലിം മേക്കിംഗ് മൊത്തം ആ ഒരു ലെസൺസിൽ നിന്നായിരിക്കുമല്ലോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ലെസൺ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമോ? സിനിമയ്ക്ക് ഈ ലോകത്തെ പറ്റി പറയുന്നത് ടൈം എന്ന് പറയുന്ന സാധനം, സമയം ആ കൃത്യമായിരിക്കണം. അതിൽ എക്സ്ക്യൂസ് ഇല്ല സിനിമയിൽ. ദർ ഇസ് നോ എക്സ്ക്യൂസ്. ഒരു തരത്തിലുള്ള ഒഴിവുകൾക്കും സ്പേസ് ഇല്ല. നമ്മൾ എന്തെങ്കിലും മണ്ടത്തരം ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അത് കാലങ്ങളോളം അവിടെ നിൽക്കും. അതാണ് ഞാൻ സിനിമയിൽ നിന്ന് പഠിച്ചത്. ജീവിതത്തിൽ പോലും ചില കാര്യങ്ങൾ, എല്ലാം പറയില്ല, ചില കാര്യങ്ങൾ ഒഴിച്ചാൽ പലതും നമുക്ക് തിരുത്താനുള്ള സമയം കിട്ടും, തിരുത്താൻ പറ്റും നമുക്ക്. സിനിമയിൽ നമ്മൾ ചെയ്തു വെച്ചാൽ ചെയ്തു വെച്ചതാണ്. റീടേക്കുകൾ പോവാം, പക്ഷേ റീടേക്കുകൾ പോയാലും ആ മണ്ടത്തരം അവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാകുന്ന ഞാൻ പറയണത്. അപ്പം ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയ്ക്ക്. സമയം, ടൈമും സ്പേസും രണ്ടുമാണല്ലോ സിനിമ. അപ്പോൾ അതിൽ നമ്മൾ
എക്സ്ക്യൂസുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത്ര കണ്ട് കെയർഫുൾ ആയിട്ടാണ് ഓരോന്ന് ചെയ്യേണ്ടത്. ഈ ഓരോന്നും ചെയ്യുമ്പോഴും അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചരിത്രമാവുകയാണ്, ചരിത്രത്തിലേക്ക് എഴുതി ചേർക്കപ്പെടുകയാണെന്നുള്ള ബോധ്യം ഉണ്ടാവൽ വളരെ നിർബന്ധമാണ്. അപ്പം എന്താണ് പറയേണ്ടത്, അത് എത്ര അളവിൽ പറയണം എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് നമുക്ക് എത്ര സമയം വേണം എടുക്കാം. പക്ഷേ ഫ്രെയിമിൽ വന്നിരുന്ന് നമ്മൾ ചെയ്യുന്നതിന് കിട്ടുന്ന ആ ഒരു സമയത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം നമുക്ക് അതിനു മുമ്പുള്ള പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നമ്മൾ ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഇപ്പോൾ സാറിപ്പം സാറിന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിരിക്കും ലിച്ചുണ്ട മാമ്പഴത്തിന് BTS, അത് കണ്ടിപ്പോൾ വേറൊരു നൊസ്റ്റാൾജിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഷൂട്ടിംഗ് സെറ്റും ഇന്നത്തെ ഷൂട്ടിംഗ് സെറ്റും ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഫിലിമിലാണ് അന്ന് ഷൂട്ട് ചെയ്തിരുന്നത്, ഇന്ന് ഡിജിറ്റൽ ഫോമിലേക്ക് മാറി. അപ്പോൾ അതിന് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് കാണുന്നത് സാർ? അന്ന് പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് അന്ന് ഒരു റീലിന്, അന്നല്ല ഈ ഫിലിം ഫോർമാറ്റിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മുഴുവനായും മാറാൻ തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അറിവിൽ 11,500 റുപ്പീസ് 12,000 റുപ്പീസാണ് 500 ASA ഒരു കൊഡാക്കിൻ്റെ ഒരു 400 അടി ഫിലിമിന് പൈസ ആയിരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ 11,500 റുപ്പീസ് 12,000 റുപ്പീസിൻ്റെ അടുത്ത് പൈസ ആയിരുന്നത്. ഇന്നിപ്പോൾ ഒരു ഹാർഡ് ഡിസ്കിന് എത്ര രൂപ എന്ന് അറിയാം അല്ലേ. പക്ഷേ എന്നാലും അത് എത്ര മണിക്കൂർ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ലാഘവം സിനിമയ്ക്കുണ്ട്. ഞാൻ പറയുന്നത് ആ ഒരു ലാഘവം എന്ന് എല്ലാ അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സിനിമ ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അത് നല്ലതാണ്, സംശയമൊന്നുമില്ല. അവിടെയാണ് അതിനോടുള്ളൊരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റിലേക്കാൾ കൂടുതൽ ഇതെനിക്ക് ചെയ്യാമല്ലോ, അത് നല്ലതാണ്, ആ ചിന്ത നല്ലതാണ്. പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് കൂടി ഇതിനെ കൺവേർട്ട് ചെയ്തെടുത്താലാണ് നമുക്ക് നല്ല, കാരണം അപ്പോൾ എണ്ണം കൂടുകയാണ്, എണ്ണം കൂടുന്നു. ഞാനും നിങ്ങളും എല്ലാവരും മൊബൈൽ ഫോണിൽ ഞാനും സിനിമാക്കാരനല്ലേ, എൻ്റെ കയ്യിൽ മൊബൈൽ ഫോണിൽ എനിക്ക് 4K റെസൊല്യൂഷനിൽ എൻ്റെ മൊബൈലിൽ എനിക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ, എനിക്കും എൻ്റെ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യാം. എനിക്കും മ്യൂസിക് AI ഉണ്ടെങ്കിൽ എനിക്ക് മ്യൂസിക് ചെയ്യാം. അപ്പം അത് സിനിമ എന്ന് മാത്രമല്ല ഏതൊരു കാര്യമായാലും നമുക്കത് വളരെ ഈസിലി ആക്സസിബിൾ ആകുമ്പോൾ, അത് ആക്സസിബിൾ ആവുന്നത് ടെക്നോളജി എന്ന് പറയുന്ന വളരെ വിദഗ്ധമായ ഒരു പരിപാടി നമ്മൾ കിടന്നുറങ്ങിയ സമയത്തും ഉറക്കം വിളിച്ച് പണിയെടുത്ത ഒരാളുടെ പണിയാണത്. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം നമ്മൾ, അതിനെ വളരെ നിസ്സാരമായി കാണാതെ അതിനെ കൂടി ബഹുമാനിച്ചുകൊണ്ട് വേണം നമ്മൾ സിനിമ എന്ന് മാത്രമല്ല എന്ത് ചെയ്യുമ്പോഴും. നമുക്ക് എന്തും പറയാവുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് അല്ലേ, മുഖമില്ലാതെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം, ഒരു പുതിയ ഭാഷയും നമുക്കുണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളിപ്പോൾ ന്യൂസ് കവറേജിനൊക്കെ പോകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ നടക്കുന്ന പ്രശ്നത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മളൊരു അഭിപ്രായം ചോദിക്കാനൊക്കെ ആയിട്ട് നമ്മൾ മൈക്കൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ആൾക്കാർ ഓടി മാറാറുണ്ട്. നീ പറ എന്ന് പറയുന്നൊരു കാലമുണ്ട്. ഇന്നിപ്പോൾ ആൾക്കാർ ഇടിച്ചു നിൽക്കുമല്ലേ നമ്മൾ മൈക്ക് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് പറയാൻ അഭിപ്രായങ്ങൾ പറയാനായിട്ട് ഒരു മടിയില്ല, അഭിപ്രായങ്ങൾ ഉണ്ടവർക്ക്, ഒരു ഭാഷ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് കാലത്തിന് ഈ പറഞ്ഞ ഡിജിറ്റൽ യുഗത്തിന് വന്ന മാറ്റമാണ്. സിനിമയിൽ മാത്രമല്ല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നൊരു വലിയ മാറ്റമാണ്. അത് ജീവിതത്തിനൊക്കെ ആ തരത്തിലുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഭയങ്കര ഇൻസ്റ്റൻ്റാണ് നമുക്കെല്ലാം. നമ്മൾ ഈറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്ന പരിപാടി വളരെ പോപ്പുലറാണ് ഇപ്പോൾ അല്ലേ. അവിടെയൊക്കെ ചില ആത്മാംശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള ചില വേരില്ലാതെ പോകുന്നു എന്നൊരു സംശയം എനിക്കുണ്ട്. അതെ, ഇമോഷണൽ കണക്റ്റ് എല്ലാത്തിനോടും വേണം എനിക്ക് തോന്നുന്നു. അത് കുറച്ച് കുറവാണ്. ഇവൻ റിലേഷൻഷിപ്പിന് പോലും എത്രമാത്രം അത് ആഴത്തിലാണെന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. പുതിയ ധാരാളം സിനിമാക്കാർ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർ അവരുടേതായിട്ട് രീതിയിൽ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് പറയുമ്പോഴും ഒത്തിരി കാര്യങ്ങൾ അവരിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ എന്നും കിട്ടുമ്പോഴൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അവൻ എന്നെക്കാളൊക്കെ എത്രയോ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, എത്രയോ അപ്ഡേറ്റഡ് ആണ്. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ കൃത്യമായി കറക്ഷൻസോ റെഫറൻസസോ അല്ലെ ആ ഭാഗത്തേക്ക് പോകണ്ടെന്നൊക്കെ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് എനിക്ക് തരാറുണ്ട്. ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ്. അത് ടെക്നോളജിയുടെ മാത്രം, ഡിജിറ്റൽ വേൾഡിൻ്റെ മാത്രം അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണത്. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്കാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള അറിവും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ നമ്മൾ ഡിജിറ്റലി നമ്മൾ കാണുന്ന ഒരു ഔട്ടായിരിക്കും, നമുക്ക് ആ എഡിറ്റ് ചെയ്ത് അതിലേക്ക് ഇടുന്ന ഒരു ഔട്ടായിരിക്കും. പണ്ട് ഫിലിമിലാവുമ്പം അതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ സാറിന് എന്തെങ്കിലും അനുഭവങ്ങളുണ്ട് അങ്ങനെ ഒരു? എന്തുമാത്രം അനുഭവങ്ങൾ. ഡിജിറ്റലും മൂവിയും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് 96-ലൊക്കെയാണ് ഞാൻ തുടങ്ങുന്നത് പ്രിയൻ സാറിൻ്റെ കൂടുതൽ. അപ്പോൾ ഫിലിമിൽ വർക്ക് ചെയ്യുന്ന കാലം. അപ്പോൾ ആ കാലത്ത് എൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് ജെമിനി ലാബിലും പ്രസാദ് ലാബിലൊക്കെ നമ്മൾ ഈ RGB കളർ കറക്ഷന് വേണ്ടിയിട്ട് പോകുമ്പോൾ അസോസിയേറ്റ് ക്യാമറമാൻ രവിവർമ്മൻ, നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള രവി വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. ചിലപ്പം ജെമിനി ലാബിലൊക്കെ പോകും. അപ്പോൾ അവിടെ പോയി നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റുഡിയോ അലേർട്ടാവുന്നത് കാണാം. എല്ലാ ടെക്നീഷ്യൻസും പെട്ടെന്ന് അലേർട്ടാവുന്നു, അവിടെ ക്ലീൻ ചെയ്യുന്നു, വെന്റിലേഷനൊക്കെ പ്രോപ്പറാക്കുന്നു, സോഫ സെറ്റിയൊക്കെ പ്രോപ്പറായിട്ട് ഇടുന്നു, ചെയേഴ്സൊക്കെ കറക്റ്റായിട്ട് ഇടുന്നു. അപ്പോൾ രവിയോട് ചോദിക്കുമ്പോൾ രവി പറയാറുണ്ട് അത് ശ്രീറാം സാറ് വരുന്ന ആടാ,
അല്ലെങ്കിൽ സംവിധായകൻ മണിരത്നം സാർ വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയൻ സാർ വരുന്നതാണ്, രവി കെ ചന്ദ്രൻ സാർ വരുന്നതാണ് എന്ന് പറയാറുണ്ട്. അതായത് സിനിമാറ്റോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ അന്ന് ആ സ്റ്റുഡിയോ അലേർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ കാരണം ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത്, പിന്നീട് നമ്മൾ ചോദിക്കുമല്ലോ, അപ്പോൾ അവർ ശരിക്കും പറയാറുള്ള വെച്ചാൽ ഫിലിം കണ്ടിരുന്നത്, ഷോട്ട് കണ്ടിരുന്നത് ക്യാമറമാൻ മാത്രമല്ലേ. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നതാണ് സിനിമ. അവർ മാത്രമാണ് കണ്ടിരുന്നത്. അപ്പോൾ അത്ര കണ്ട് എക്സൈറ്റഡ് ആയിരുന്നു അതിൻ്റെ ഓരോ പ്രോസസ്സിലും. ഇന്നിപ്പോൾ എക്സൈറ്റ്മെൻറ്റ് മറ്റു പല കാര്യങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ക്യാമറ വെച്ചിട്ട് അതേ സമയത്ത് തന്നെ കാണുവാനും അവിടെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അഭിപ്രായം പറയാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് പോകാനും പറ്റും നമുക്ക്. യെസ്, ഒത്തിരി റീടേക്ക് പോകാൻ പറ്റും. അന്ന് 2 ടേക്ക് 3 ടേക്ക് 4 ടേക്ക് പോയാൽ ഈ സിനിമയിൽ നമ്മളുണ്ടാവുള്ളൂ. അടുത്ത ഇതേ പ്രൊഡക്ഷൻ തന്നെ അടുത്ത പടം വരുമ്പോൾ നമ്മളുണ്ടായ കൊള്ളം നിർബന്ധമില്ല, അവൻ ഫിലിം തിന്നെന്ന് പറയും. അത്രയും പ്രഷറിലാണ് നമ്മൾ, അത്രയും ഡിസിപ്ലിനോട് കൂടിയാണ് ചെയ്യുന്നത്. അതെ അതെ, ഞാനിത് കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ നസീർ സാറിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസ്, പഴയകാലത്തെ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ, യൂട്യൂബിൽ കിടക്കുന്നത് എടുത്ത് നോക്കിയാൽ അറിയാം. 8000 അടി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു സിനിമ വന്നത്. 6000 അടി ഷൂട്ട് ചെയ്തപ്പോഴാണ്, ഇത്ര അടി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നസീർ സാർ ഓരോ സിനിമകളെ പറ്റി പറയാം. അപ്പം ഞാനത് പ്രിയൻ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞെങ്കിൽ അന്ന് ഇങ്ങനെയാണോ, 2-3 ടേക്കുകളിലൊക്കെ പോയാൽ തന്നെ അത്രയും ഫിലിം, അത്രയും ശ്രദ്ധയോടെ, അത്രയും ഷൂ സ്ട്രിങ് ബജറ്റിൽ 18 ദിവസം കൊണ്ടും 20 ദിവസം കൊണ്ടും 16 ദിവസം കൊണ്ടൊക്കെയാണ് ഓരോ സിനിമകളും തീർത്തിരുന്നത്. എൻ്റെ അറിവിൽ തേന്മാവിൻ കൊമ്പത്ത് 35-37 ദിവസം കൊണ്ട് തീർത്ത സിനിമയാണത് അന്തകാലത്ത്. അതും അറിയാം, അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ അറിയാമല്ലോ. ആ സിനിമയ്ക്ക് 7 അവാർഡ് കിട്ടി അല്ലേ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്. അപ്പം ആ ഒരു ഓർഗാനിക്കായിട്ട്, മാനുവലായിട്ട് മനുഷ്യൻ അതുപോലെ ശ്രമകരമായിരുന്നു അന്നെങ്കിൽ. അതെ, ഇന്ന് ചലഞ്ച് മറ്റു രീതിയിലാണ്. അന്ന് ഒരു സിനിമ റിലീസാവുന്നത് 16 തിയേറ്ററിൽ 17 തിയേറ്ററിലാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 17 തിയേറ്ററിൽ. ഇന്നിപ്പോൾ 300 ചില്ലുമാണ്, 400 തിയേറ്ററൊക്കെയാണ്, സ്ക്രീനാണ് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയാൽ നമുക്കുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ മാർക്കറ്റിൻ്റെ വലിപ്പം കൂടിയിട്ടുണ്ട്, മത്സരം വേറൊരു രീതിയിലായിട്ടുണ്ട്. ഒരു വർഷം 20 സിനിമകളും 28 സിനിമകളൊക്കെ ആയിരുന്നു ഒരു 80കളിലൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഒരു വർഷം ഇറങ്ങുന്നത് 200ഓളം സിനിമകളാണ്. നമ്മളുടെ സിനിമ റൈഡിൻ്റെ കൂട്ടത്തിൽ മറ്റ് 6 സിനിമകളാണ് റിലീസായിട്ടുള്ളത്. അതിൽ 5 സിനിമകൾ മലയാള സിനിമകളാണ്. ഒരു സിനിമ മാത്രമാണ്, ദുരന്തർ മാത്രമാണ് അതല്ലാത്ത സിനിമ. അപ്പോൾ സിനിമ അങ്ങനെ വളരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളതിനെ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ അവസരങ്ങളാണ്. ഈ മുൻപുള്ള സൂപ്പർ സ്റ്റാർ സംഭവങ്ങൾ, നമ്മളിപ്പോൾ ഈ പറയുന്ന നമുക്ക് എത്രയോ 40 വർഷമായിട്ടുള്ള 45 വർഷമായിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഈ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടോ എന്ന് എനിക്ക് സംശയം. ഇതൊക്കെ അവസരങ്ങളാണ്. അതിനെ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കുക. നമുക്ക് അവസരങ്ങൾ ആണ് എപ്പോഴും ബുദ്ധിമുട്ട്. അതിനെ വേണ്ട രീതി ബഹുമാനിക്കുക. ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്, ഇൻഫർമേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഭംഗിയായി പഠിച്ച് തന്നെ അത് ചെയ്യുക. അന്നൊക്കെ ആണെങ്കിൽ അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു ശരിക്കും. സിനിമ എന്നുള്ളത് ഒരു സിനിഫൈലായിട്ടുള്ള ഒരാൾക്ക് ഇതിലേക്ക് സിനിമയിലേക്ക് വരാനായിട്ടൊന്നും അന്ന് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഗൈഡൻസ് ഈസിയാണ്. അല്ലാതെ തന്നെ നമ്മുടെ ഒരു ഔട്ട് കാണിക്കാനായിട്ട് എളുപ്പമാണ്. അന്നത്തേനേക്കാളും മെച്ചമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അത് സിനിമയുടെ മാത്രം അവസ്ഥയല്ലല്ലോ, അത് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആക്സസ് എന്ന് പറയുന്ന സംഭവം വളരെ ബുദ്ധിമുട്ടല്ലേ, ഏത് മേഖലയായിരുന്നാലും. അപ്പോൾ അത് സിനിമയിലും സംഭവിച്ചു. സിനിമ ചർച്ചയാവുന്നത് സിനിമ ജനങ്ങൾക്ക് അത്ര കണ്ട് സ്വാധീനിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊരു മീഡിയ ആയതുകൊണ്ടാണ് സിനിമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഓപ്പോൾ എന്ന സിനിമ കണ്ടിട്ടാണ് സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ സിനിമ മോഹിച്ച് സിനിമയിൽ ജീവിച്ചാണ് സാറ് ഇവിടെ നിൽക്കുന്നത്. സോ ഇനി മുന്നോട്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. സോ അതെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വലിയ സന്തോഷം. ശരിക്കും ഓപ്പോൾ കഥയാണ് ആദ്യം വായിച്ചത്. സിനിമ കണ്ടപ്പോൾ കഥയല്ല സിനിമ എന്ന് അറിഞ്ഞപ്പോഴുണ്ടായൊരു വ്യത്യാസമുണ്ടല്ലോ. കഥയല്ല, വായിച്ച് കരഞ്ഞിട്ടുണ്ടെന്ന്. കഥ വായിച്ചാൽ എപ്പോഴും കരയും നമ്മൾ. അതല്ല സിനിമ. അപ്പം അതെന്നെ വല്ലാതെ ഭയങ്കരമായിട്ട് മനസ്സിൽ നിന്ന് മാറിയില്ല അത്. ശരിക്കും അന്നാണ് ഈ സിനിമ അതിലെന്താണെന്നുള്ളതൊന്നും ആയിരുന്നില്ല. സിനിമ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരു സിനിമ കണ്ടാൽ 3 മാസത്തേക്കാണ് പിന്നെ അടുത്ത സിനിമ കാണുക. അതായത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പൊരു സിനിമ, അത് കഴിഞ്ഞാൽ പിന്നെ ഓണത്തിനൊരു സിനിമ, പിന്നെ ക്രിസ്മസിനൊരു സിനിമ, പിന്നെ
സ്കൂൾ അടയ്ക്കുമ്പോൾ ഒരു സിനിമ, അങ്ങനെയാണ് ഒരു ഏപ്രിൽ മറ്റേ കൈനീട്ടം കിട്ടുമ്പോൾ ഒരു സിനിമ, കൈനീട്ടം കിട്ടുമ്പോൾ ഒരു സിനിമ. അപ്പോൾ ഒരു സിനിമ കണ്ടാൽ പിന്നെ ഈ 3 മാസം ഈ ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഒരു അവസ്ഥ എന്താണെന്നറിയോ, ഈ 3 മാസം കൊണ്ട് പലരോടും ഈ സിനിമ പല രീതിയിൽ പറഞ്ഞ് ഇതിൻ്റെ കഥയൊക്കെ മാറി വേറെ സിനിമയുണ്ടാവും. ഒരു സിനിമയുള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ അങ്ങനെയായിരുന്നു കുട്ടിക്കാലം. ഏതായാലും അത് മാറിയിട്ട് ഇപ്പോൾ നമുക്ക് സിനിമയുടെ ഒപ്പം നിൽക്കാൻ പറ്റുന്നുണ്ട്. ചെറുതോ വലുതോ എന്നല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റുക എന്ന വലിയ കാര്യമാണ്. മുൻപുള്ളതിനേക്കാൾ ഇന്ന് ഓപ്ഷൻസ് ഉള്ളൊരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പോൾ എനിക്ക് സിനിമ എന്ന് മാത്രമല്ല, ഓപ്ഷൻസ് കിട്ടുമ്പോൾ നമ്മുടെ സെലക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളത്, ഏത് മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഞാൻ പറയേണ്ടത് എന്നൊക്കെ പറയും തീരുമാനം എടുക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം അങ്ങോട്ട്. ഈ വിജയപരാജയമൊക്കെ മറ്റൊന്നാണ്. ആ ട്രാവലാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. ഞാനത് എൻജോയ് ചെയ്തിട്ടിരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഇയർ കത്തനാറ് വരുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ആ പറഞ്ഞത് നിലപാടിൽ നിന്ന് മാറുന്നില്ല. ഏത് സിനിമ വന്നാലും മലയാളത്തിൽ നിന്നുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ഒരു സിനിമയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതിന് ഗ്ലോബലി മലയാള സിനിമയ്ക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് ഈ സിനിമയ്ക്ക് വല്ലാതെ ഗുണം ചെയ്യും. ഈ സിനിമ ആ നിലയ്ക്ക് റോജിൻ എന്ന സംവിധായകനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. സച്ച് എ വണ്ടർഫുൾ ഫിലിം. ടെക്നിക്കാലിറ്റീസിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടൻറ് വൈസ് എനിക്ക് ടോട്ടൽ ഒരു സിനിമയായിട്ട് കാണാവുന്ന ലെവലിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും അത് പ്രേക്ഷകരുടെ ഒപ്പം തന്നെയാണ് ഫുൾ വേർഷൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇടയ്ക്ക് 1-2 സമയത്ത് ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഞാൻ കുറേ അതിൻ്റെ എഡിറ്റഡ് വേർഷൻസ് നമ്മൾ ആ കാണുന്ന സീക്വൻസുകൾ കണ്ടു. അതിൽ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. സാർ, ഇനി മുന്നോട്ടുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റട്ടെ, ഡയറക്ടോറിയൽ എന്ന നിലയിലും. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്.